ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മീനിങ്, ഡെഫിനിഷൻ ആൻഡ് നാച്ചർ ഓഫ് എക്കണോമിക്സ്. ഈ 3 കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് പഠിക്കുന്നതിന് മുന്നേ ആദ്യം ആ വേർഡിൻ്റെ ഒറിജിനെ കുറിച്ചിട്ട് മനസ്സിലാക്കണം. The word economics is derived from the Greek word oikonomia. എക്കണോമിക്സ് എന്ന വേർഡ് ഗ്രീക്ക് പദമായ ഓയിക്കണോമിയ എന്ന പദത്തിൽ നിന്നാണ് ഉൾത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. ഇതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ഹൗസ് ഹോൾഡ് മാനേജ്മെൻറ്റ് എന്നാണ്. നെക്സ്റ്റ് നമുക്ക് എക്കണോമിക്സിൻ്റെ മീനിങ് നോക്കാം. എക്കണോമിക്സ് ഈസ് എ സോഷ്യൽ സയൻസ് കൺസേൺഡ് വിത്ത് ദി പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസപ്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എക്കണോമിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസപ്ഷൻ, ഈ 3 കാര്യങ്ങളും കൂടിച്ചേർന്നതാണ് എക്കണോമിക്സ് സിംപ്ലി മീൻ ചെയ്യുന്നത്. ഇനി എന്താണ് എക്കണോമിക്സിൽ പഠിക്കുന്നത്? ഇറ്റ് സ്റ്റഡീസ് ഹൗ ഇൻഡിവിജ്വൽസ്, ബിസിനസ്സസ്, ഗവൺമെൻറ്റ്സ് ആൻഡ് നാഷൻസ് മേക്ക് ചോയ്സ് അബൌട്ട് ഹൗ ടു അലോക്കേറ്റ് റിസോഴ്സസ്. എക്കണോമിക്സിൽ പഠിക്കുന്നത് ഒരു എക്കണോമിയെ കുറിച്ചിട്ടാണ്. ഒരു എക്കണോമി എന്ന് പറയുമ്പോൾ അതിൽ ഇൻഡിവിജ്വൽസ് ഉണ്ടാവും, ഹൗസ് ഹോൾഡ്സ്, ബിസിനസ്, ഗവൺമെൻറ്റ്സ്, നേഷൻസ്, അങ്ങനെ എല്ലാം കൂടിച്ചേർന്നതാണ് ഒരു എക്കണോമി എന്ന് പറയുന്നത്. ഈ ഒരു എക്കണോമി എങ്ങനെയാണ് റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചിട്ടാണ് എക്കണോമിക്സിൽ സ്റ്റഡി ചെയ്യുന്നത്. ഡെഫിനിഷൻസ് ഓഫ് എക്കണോമിക്സ്. ഫസ്റ്റ് നമുക്ക് ആഡം സ്മിത്തിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ആഡം സ്മിത്ത് എന്ന് പറയുന്നത് ഒരു സ്കോട്ടിഷ് ഫിലോസഫറാണ്. അതിനേക്കാളും കൂടുതൽ നമുക്ക് പരിചിതമായിട്ടുണ്ടാവുക ദ ഫാദർ ഓഫ് എക്കണോമിക്സ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്ത് ആണ്. Smith defined economics as an inquiry into the nature and causes of the wealth of nations. ആഡം സ്മിത്ത് എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എക്കണോമിക്സ് ഇറ്റ്സ് ആൻ എൻക്വയറി ഇൻ ടു ദി നാച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നാഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ആൽഫ്രഡ് മാർഷലിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ആൽഫ്രഡ് മാർഷൽ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് മാൻ ഇൻ ദി ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ് എന്നാണ് ആൽഫ്രഡ് മാർഷൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ മാർഷൽ ആർഗ്യൂ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് വെൽത്തിനെ കുറിച്ചിട്ട് മാത്രമുള്ളതല്ല, വെൽത്തും അതിനോടൊപ്പം തന്നെ മാൻ കൈൻഡിനെ കുറിച്ചിട്ടും കൂടി സ്റ്റഡി ചെയ്യുന്ന ഒരു പഠനശാഖയാണ് എക്കണോമിക്സ് എന്നാണ് മാർഷൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് വേറൊരു എക്കണോമിസ്റ്റിൻ്റെയും കൂടി ഡെഫിനേഷൻ നോക്കാം. ലയണൽ റോബിൻസ്. ലയണൽ റോബിൻസ് ഡിഫൈൻഡ് എക്കണോമിക്സ് ആസ് ദ സയൻസ് വിച്ച് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻഡ്സ് ആൻഡ് സ്കേഴ്സ് മീൻസ് വിച്ച് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. റോബിൻസ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു സയൻസാണ്. ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചിട്ട് പഠിക്കുന്നൊരു സയൻസായിട്ടാണ് റോബിൻസ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നാച്ചർ ഓഫ് എക്കണോമിക്സ് നോക്കാം. പൊതുവേ നമ്മൾ എക്കണോമിക്സിനെ എപ്പോഴും ആസ് എ സയൻസ്, ആസ് എൻ ആർട്ട്, ഈ 2 ഫോമിലാണ് നമ്മൾ എക്കണോമിക്സിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് നമുക്ക് പറയാം. എക്കണോമിക്സ് ഈസ് എ സയൻസ്. എക്കണോമിക്സ് ഈസ് എ സയൻസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സയൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഓർഗനൈസ്ഡ് ബ്രാഞ്ച് ഓഫ് നോളജ് that analyzes cause and effect relationship between economic agents. സയൻസ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസ്ഡ് ബ്രാഞ്ച് ഓഫ് നോളജാണ്. എല്ലാ കാര്യങ്ങളും അതിൽ വ്യക്തമായിട്ട് അതിനൊരു കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെയുണ്ട് എക്കണോമിക്സ് എന്നാണ് ഇവർ പറയുന്നത്. അതായത് എക്കണോമിക്സ് ഹെൽപ്സ് ഇൻ ഇൻ്റർഗേറ്റിംഗ് വേരിയസ് സയൻസസ് സച്ച് ആസ് മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് എക്സെട്ര to identify the relationship between price, demand, supply and other economic factors. എക്കണോമിക്സിലും നമ്മൾ സയൻസ് പോലെ തന്നെ മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പ്രൈസ്, ഡിമാൻഡ്, അതേപോലെയുള്ള എക്കണോമിക് വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എക്കണോമിക്സിനൊരു സയൻസായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. എക്കണോമിക്സ് ആസ് സയൻസ് എന്ന് പറയുമ്പോൾ അതിൽ 2 കണ്ടൻറ്റ് നമുക്ക് കാണാൻ പറ്റും. ഒരു പോസിറ്റീവ് എക്കണോമിക്സ് ആൻഡ് നോർമാറ്റീവ് എക്കണോമിക്സ്.
പോസിറ്റീവ് എക്കണോമിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് A positive science is one that studies the relationship between two variables but does not give any value judgment. ഒരു വാല്യൂ ജഡ്ജ്മെൻറ്റും കിട്ടില്ല. അതായത് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് നമുക്കൊരു വാല്യൂ കിട്ടില്ല. അതാണ് പോസിറ്റീവ് എക്കണോമിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നോർമാറ്റീവ് എക്കണോമിക്സ് നോക്കുകയാണെങ്കിൽ ആസ് എ നോർമാറ്റീവ് സയൻസ് passes value judgment, it concerned with the economic goals and policies to attain those goals. നോർമാറ്റീവ് സയൻസിൽ ഒരു പാസ് വാല്യൂ ഉണ്ടാകും. അതാണ് നോർമാറ്റീവ് പോസിറ്റീവ് എക്കണോമിക്സ് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എക്കണോമിക്സ് ഈസ് എൻ ആർട്ട്. ആർട്ട് ഈസ് എ ഡിസിപ്ലിൻ ദാറ്റ് എക്സ്പ്രസ്സസ് ദ വേ തിങ്സ് ആർ ടു ബി ഡൺ സോ ആസ് ടു അച്ചീവ് ദ ഡിസയർ എൻഡ്. Economics has various branches like production, distribution, and consumption that provide general rules and laws that are capable of solving different problems of society. എക്കണോമിക്സ് എന്ന് പറയുന്നത് പല ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അതായത് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസപ്ഷൻ അങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ആ ബ്രാഞ്ചസിന് അതിൻ്റേതായിട്ടുള്ളൊരു ജനറൽ റൂൾസ് ആൻഡ് ലോസ് ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ സൊസൈറ്റിയിലെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രോബ്ലംസിനെ നമ്മൾ സോൾവ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എക്കണോമിക്സിനൊരു ആർട്ട് എന്നും പറയാൻ പറ്റും. ഒരു കൺക്ലൂഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എക്കണോമിക്സിനെ നമ്മൾ പൊതുവെ കൺസിഡർ ചെയ്യുന്നത് സയൻസ് ആസ് വെൽ ആസ് എൻ ആർട്ട് എന്ന ഫോർമുലാണ്. അതായത് മെത്തഡോളജി ബേസിൽ സയൻസും ആപ്ലിക്കേഷൻ ബേസിൽ നമുക്ക് ആർട്ടാണെന്നും പറയാൻ പറ്റും എക്കണോമിക്സിനെ.